സുരേഷ് ഗോപി സൂപ്പർ താരമാവുന്നതിന് മുൻപുള്ള കാലഘട്ടമായിരുന്നു 1990. നായകനായും വില്ലനായും സഹനായകനായും ഒക്കെ സുരേഷ് ഗോപി തിളങ്ങിയ സമയം. 14 സിനിമകളാണ് ഈ വർഷം സുരേഷ് ഗോപിയുടേതായി തിയേറ്ററിലെത്തിയത്. ജനുവരി 12 തിയേറ്ററിലെത്തിയ IB ശശിയുടെ വർത്തമാനകാലമായിരുന്നു സുരേഷ് ഗോപിയുടെ 90-ലെ ആദ്യത്തെ ചിത്രം. ബാലചന്ദ്രമേനോനും ഉർവശിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ ബാലഗോപാലൻ എന്ന കഥാപാത്രമായി സുരേഷ് ഗോപി എത്തിയിരുന്നു. സിനിമ തിയേറ്ററിൽ വലിയ പരാജയമായി. ജനുവരി 26 തിയേറ്ററിലെത്തിയ കെ മധുവിന്റെ ഒരുക്കമായിരുന്നു അടുത്ത റിലീസ്. സുരേഷ് ഗോപി നായകനായ ഈ ചിത്രത്തിന്റെ കഥ എഴുതിയത് ബാലചന്ദ്രൻ ചുള്ളിക്കാടായിരുന്നു. ചിത്രം പക്ഷേ തിയേറ്ററിൽ വലിയ പരാജയമായി. ലെനിൻ രാജേന്ദ്രൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു വചനം. മാർച്ച് 16 തിയേറ്ററിലെത്തിയ ഈ ചിത്രത്തിൽ സുരേഷ് ഗോപിയോടൊപ്പം ജയറാം, സിത്താര, തിലകൻ, ചാരുഹാസൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരുന്നു. സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു. മാർച്ച് മാസത്തിലെ സുരേഷ് ഗോപിയുടെ രണ്ടാമത്തെ റിലീസായിരുന്നു രാജവാഴ്ച. ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം മാർച്ച് 29 തിയേറ്ററിലെത്തിയത്. സിനിമ തിയേറ്ററിൽ പരാജയമായി മാറി. ഏപ്രിൽ 12 വിഷു റിലീസായെത്തിയ മിഥ്യയായിരുന്നു 90-ലെ സുരേഷ് ഗോപിയുടെ 5ാമത്തെ റിലീസ്. മമ്മൂട്ടി നായകനായ ഈ ചിത്രം സംവിധാനം ചെയ്തത് IB ശശിയായിരുന്നു. ചിത്രം പക്ഷേ തിയേറ്ററിൽ പരാജയപ്പെട്ടു. മെയ് 4 തിയേറ്ററിലെത്തിയ പത്മരാജന്റെ ഇന്നലെയായിരുന്നു അടുത്ത റിലീസ്. ജയറാമും ശോഭനയും സുരേഷ് ഗോപിയും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഈ ചിത്രം തിയേറ്ററിൽ ശരാശരി വിജയം നേടി. കമൽ സംവിധാനം ചെയ്ത തൂവൽ സ്പർശമായിരുന്നു സുരേഷ് ഗോപിയുടെ മറ്റൊരു ചിത്രം. മെയ് 18 തിയേറ്ററിലെത്തിയ ഈ ചിത്രത്തിൽ ജയറാമും മുകേഷും സായ്കുമാറും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയപ്പോൾ നിർണായകമായ കഥാപാത്രമായി സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു. ചിത്രം തിയേറ്ററിൽ വിജയം നേടി. ആലപ്പി അഷ്റഫ് സംവിധാനം ചെയ്ത മിണ്ടാപ്പൂച്ചയ്ക്ക് കല്യാണമായിരുന്നു സുരേഷ് ഗോപിയുടെ അടുത്ത റിലീസ്. ജൂലൈ 27 തിയേറ്ററിലെത്തിയ ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചത് ജഗദീഷ് ആയിരുന്നു. സിനിമ തിയേറ്ററിൽ പരാജയമായി. ഓഗസ്റ്റ് 23 തിയേറ്ററിലെത്തിയ മോഹൻലാൽ നായകനായ അർഹതയായിരുന്നു സുരേഷ് ഗോപിയുടെ അടുത്ത റിലീസ്. IB ശശി സംവിധാനം ചെയ്ത ഈ ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ടു. ഒക്ടോബർ 4 തിയേറ്ററിലെത്തിയ കൗതുക വാർത്തകളായിരുന്നു സുരേഷ് ഗോപിയുടെ അടുത്ത റിലീസ്. തുളസീദാസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സുരേഷ് ഗോപിയോടൊപ്പം മുകേഷ്, ഉർവശി, മണിയമ്പിള്ള രാജു, രഞ്ജിനി, സിദ്ദിഖ് തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തി. സിനിമ തിയേറ്ററിൽ ശരാശരിക്ക് മുകളിൽ വിജയം നേടി. ഒക്ടോബർ 5 തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു സാന്ദ്രം. ചിത്രം സംവിധാനം ചെയ്തത് 2 പേർ ചേർന്നായിരുന്നു, താഹയും അശോകനും. ചിത്രം പക്ഷേ തിയേറ്ററിൽ പരാജയപ്പെട്ടു. നവംബർ 9 തിയേറ്ററിലെത്തിയ ഇൻ ഹരിഹർ നഗർ ആയിരുന്നു സുരേഷ് ഗോപി ഭാഗമായ അടുത്ത ചിത്രം. സിദ്ദിഖ് ലാൽ ടീം അണിയിച്ചൊരുക്കിയ ഈ ചിത്രം ആ വർഷത്തെ വലിയ വിജയങ്ങളിൽ ഒന്നായി മാറി. സുരേഷ് ഗോപി അതിഥി വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ ജഗദീഷ്, മുകേഷ്, അശോകൻ, സിദ്ദിഖ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ. നവംബർ 30 തിയേറ്ററിലെത്തിയ ജോഷിയുടെ ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് മമ്മൂട്ടി നായകനായ ഈ ചിത്രത്തിന്റെ തിരക്കഥയൊരുക്കിയത് പത്മരാജനായിരുന്നു. സുരേഷ് ഗോപിയും മികച്ച ഒരു കഥാപാത്രമായി എത്തി. ചിത്രം പക്ഷേ തിയേറ്ററിൽ പരാജയപ്പെട്ടു. ഡിസംബർ 20 തിയേറ്ററിലെത്തിയ സിബി മലയിലിന്റെ പരമ്പരയായിരുന്നു 90-ലെ സുരേഷ് ഗോപിയുടെ 14ാമത്തെയും അവസാനത്തെയും റിലീസ്. മമ്മൂട്ടി ഇരട്ട വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ സുരേഷ് ഗോപിയും ഒരു പ്രധാന കഥാപാത്രമായി എത്തി. ചിത്രം പക്ഷേ തിയേറ്ററിൽ വലിയ പരാജയമായി.